ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച്. ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്നും അന്വേഷണവുമായി ജീവനക്കാർ സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. VS അനു ഉണ്ട് വിവരങ്ങളുമായി. അനു, ഈ ദിയ കൃഷ്ണ ഇങ്ങനെ ഒരു കാര്യം പുറത്തേക്ക് വിടുന്നു, പിന്നാലെ ഈ പെൺകുട്ടികൾ അവരുടെ പ്രതികരണവുമായി രംഗത്തെത്തുന്നു ദിയയ്ക്ക് എതിരെ. പിന്നീട് ഇവരെ കാണുന്നില്ല, അന്വേഷണവുമായി ഇവർ സഹകരിക്കുന്നുമില്ല. പക്ഷേ ഇവർക്കെതിരെയുള്ള തെളിവുകൾ ഉണ്ടെന്ന് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്? വിശദാംശങ്ങൾ. അഖില, ഈ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ഈ പ്രതികളായിട്ടുള്ള പെൺകുട്ടികൾ പൈസ കവർന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കേസന്വേഷിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. നേരത്തെ ഈ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനെതിരെയാണ് ഈ പെൺകുട്ടികൾ പരാതി നൽകുകയും തട്ടിക്കൊണ്ടു പോകലടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കൃഷ്ണകുമാറിനും മകൾക്കും ഭാര്യയ്ക്കും ഉൾപ്പെടെയുള്ള 6 പേർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തത്. പിന്നാലെ ഈ സാമ്പത്തിക അപഹരിച്ചതിന് ഈ പെൺകുട്ടികൾക്കെതിരെയും കേസെടുത്തിരുന്നു. തുടർന്ന് ഇത് വിവാദമായതോടുകൂടിയാണ് കേസന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുള്ളത്. ഇതിനുശേഷം പെൺകുട്ടികൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നീട് ഒളിവിൽ പോവുകയുമായിരുന്നു. ഏതായാലും പെൺകുട്ടികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അഖില, ശരി. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഇവർക്ക് എതിരെ തെളിവുകളുണ്ടെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.